ഹായ് ഹലോ ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ ഇന്നലെ ഞാൻ കപ്പയും ബീഫല്ല കേട്ടോ, പന്നിക്കറി ഉണ്ടാക്കിയായിരുന്നു. പോർക്ക് ഫ്രൈ, കപ്പപ്പുഴുക്കും പോർക്ക് ഫ്രൈ. ഇന്ന് ഇത് കഞ്ഞിക്ക് വേണ്ടിയിട്ട് രാവിലെ ഉണ്ടാക്കി, ചോറിന് വേണ്ടി രാവിലെ ഉണ്ടാക്കിയൊരു മെഴുക്കുവരട്ട്, ചോറും പൊതിക്കുണ്ടായി. ഇതിപ്പോൾ ഉണ്ടാക്കിയ പാവയ്ക്ക വെള്ളത്തോരൻ, അതായത് പാവയ്ക്ക അരിഞ്ഞ് പച്ചമുളകും ഉള്ളിയും ഒക്കെ കൂടി അരിഞ്ഞ് ചേർത്ത് ഇഞ്ചിയും ചേർത്ത് തേങ്ങയും ചിരണ്ടിയിട്ട് ഉപ്പും ചേർത്ത് അടുപ്പിൽ വെച്ച് വേവിച്ചു. ഇനി അത് വെന്തുണങ്ങി വരുന്ന സമയത്ത് അല്പം പച്ച വെളിച്ചെണ്ണ ഒഴിക്കണം കേട്ടോ. തീയൊക്കെ കെടുത്തിട്ടേക്കണം. ഇനി കുറച്ച് നേരം കഴിയുമ്പോൾ ഒന്നും കൂടെ തീ കൊടുത്തിട്ട് ഒരു പച്ച വെളിച്ചെണ്ണ ഒഴിച്ചൊന്ന് ഇളക്കിയെടുക്കണം. അതിന് ഭയങ്കര രുചിയാട്ടോ. അല്ലാതെ വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് മഞ്ഞൾപ്പൊടി അങ്ങനെയൊക്കെ ചേർത്തുണ്ടാക്കുന്ന തോരനല്ല ഇത്, അല്ലാതെ ഉണ്ടാക്കുന്ന വെളുത്ത തോരൻ. പിന്നെ ഇത് നമുക്ക് സവാള, ഇഞ്ചി, പിന്നെ വെളുത്തുള്ളി, കുറച്ച് കിഴങ്ങ്, 2 ചെറിയ ഉരുളക്കിഴങ്ങുണ്ട് കേട്ടോ. ഇതിനെ നമുക്കൊന്ന് മസാലപ്പൊടി ചേർത്ത് മെഴുക്കുവരട്ടി വയ്ക്കണം. കടുകിട്ട് പൊട്ടിത്തുടങ്ങി കേട്ടോ. മുഴുവൻ കടുകും പൊട്ടിക്കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കി ഇൻഗ്രീഡിയൻസ് ചേർക്കാം. അപ്പോൾ ഇതിനകത്ത് നമുക്ക് ഇച്ചിരി വെളിച്ചെണ്ണ ചേർക്കാം കേട്ടോ. പച്ച വെളിച്ചെണ്ണയാണ്. പച്ച വെളിച്ചെണ്ണ ഒഴിച്ചുണ്ടാക്കുന്ന തോരൻ കറിക്കൊരു പ്രത്യേക രുചിയുണ്ട്. അതും പാവയ്ക്ക തോരൻ. ഒന്ന് മൂക്കട്ടെ. ആ ഇഞ്ചി വെളുത്തുള്ളി നന്നായിട്ടൊന്ന് മൂത്ത് ചേർക്കാം കേട്ടോ. ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർക്കും. നന്നായിട്ട് വഴണ്ട് വന്നു കേട്ടോ. ഇനി നമുക്ക് കിഴങ്ങൊന്ന് എണ്ണയ്ക്കകത്തൊന്ന് കറക്കി എടുക്കാം. എന്നിട്ട് പിന്നെ ആവശ്യത്തിന് വെള്ളം ചേർക്കണം. മസാലപ്പൊടി ചേർത്ത് വരട്ടിയതിന് ശേഷം വെക്കാം വെള്ളം ചേർക്കണേ. അടിപൊളി ഒരു ഉരുളക്കിഴങ്ങ് കറി റെഡിയായിട്ടോ. ചിക്കൻ മസാലയാണ് ഞാൻ ഇതിനകത്ത് ചേർത്തിരിക്കുന്നത്. വെളുത്തുള്ളിയുണ്ട്, ഇഞ്ചിയുണ്ട്, സവാളയുണ്ട്, കടുക്, വെളിച്ചെണ്ണ, ഉരുളക്കിഴങ്ങാണ് മെയിൻ ഇൻഗ്രീഡിയൻറ്റ്. ഇതുണ്ടല്ലോ, ഇതിങ്ങനെ നല്ല ഇല വാട്ടി നല്ല ചൂടൻ ചോറും കോരിയിട്ട് ഈ കറി ചൂടോടെ അതിൻ്റെ സെൻറ്ററിൽ വെച്ചങ്ങ് പൊതിഞ്ഞ് കിട്ടണം. ഉച്ചയ്ക്ക് ഉണ്ണാൻ നേരത്തെ അഴിച്ചു കഴിയുമ്പോൾ കണ്ടോ എന്തൊരു ടേസ്റ്റും എന്തൊരു നല്ല വാസനയാണെന്നറിയാമോ. നല്ലൊരു കറിയാണ്. പിന്നെ ഒരു കൂട്ട് ശകലം അച്ചാറും കൂടെ വെച്ച് കിട്ടിയാൽ മതി. പൊരിച്ചോറിന് പറ്റിയ കറികളാണ് ഞാൻ ഉണ്ടാക്കിയിരുന്നത്. അത് പാവയ്ക്ക തോരൻ വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് നന്നായിട്ട് ഇളക്കി ഉണങ്ങി വെച്ചിട്ടുണ്ട്. പിന്നെ വേണമെങ്കിൽ ഇത് ഉപയോഗിക്കാം. ബീറ്റ്റൂട്ട് മെഴുക്ക് വരട്ടി, പാവയ്ക്ക തോരൻ, ചിക്കൻ മസാല ചേർത്ത് ഉരുളക്കിഴങ്ങ് മെഴുക്ക് വരട്ടി. ഇതിൻ്റെ കൂടെ തക്കാളി സോസോ അല്ലെങ്കിൽ തക്കാളി നന്നായിട്ട് വഴറ്റി ചേർത്തിട്ട് തേങ്ങാപ്പാലൊക്കെ ചേർക്കുകയാണെങ്കിൽ വേറൊരു ഒഴിച്ച് കറിയാക്കി എടുക്കാം കേട്ടോ. അതിന് നല്ല ടേസ്റ്റാണ്. അപ്പോൾ അടിപൊളി കറിയാണേ. അപ്പോൾ ഇത്രയൊക്കെയുള്ള എൻ്റെ ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോ. അപ്പോൾ എല്ലാവരും കണ്ട് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ഓക്കെ, നാളെ വീണ്ടും മറ്റൊരു കുഞ്ഞു വീഡിയോയുമായിട്ട് വീണ്ടും വരുന്നതാണേ.